ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ഫലവും ആഗ്രഹിക്കാണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞില്ല, എന്റെ ഗൈഡ് ഈ ഒരു പുസ്തകമാണ്, അതായത് ഭഗവത്ഗീത. അതായത് ഒരു അമ്മ നമ്മളെ മകനെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്, അതുപോലെ എന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. അപ്പോൾ ഇതിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യം വേറൊന്നുമല്ല, നീ കർമ്മം ചെയ്യുക, ഫലം പ്രതീക്ഷിക്കരുത്. ഓക്കെ, എന്റെ കർമ്മമാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കേണ്ടതും അതോടൊപ്പം തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ടത്. അത് ക്ലിയർ ആവോ ക്ലിയർ ആവാതിരിക്കും, ഈ പറയുന്ന അപ്പൂമാരെ എനിക്കെതിരെ വരുമോ, ഈ വിഡ്ഢികളായ യുവത്വം എന്റെ എതിരെ വരുമോ, അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. കാരണം എന്റെ ഉള്ളത് ഈ ഒരു ശക്തി തന്നെയാണ്. അപ്പൊ വേറെ എക്സാമ്പിൾ വേറൊന്നുമല്ല, ഈ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം ഈ വിഡ്ഢികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ ഒരു മൾട്ടിനാഷണൽ കമ്പനി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ വിഡ്ഢികൾക്ക് പോലും അറിയില്ല. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു ക്രൂരമായ ഒരു കൃത്യം. അതായത് നമ്മുടെ തോളത്ത് കൈയിരിക്കുന്ന ആള് അപ്പുറത്തെ കയ്യിൽ കത്തി വെച്ച് നമ്മളെ കുത്തുന്നതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ അപ്പുമാര് ആ കുത്തന്റെ ആ ഒരു ചിന്തിക്കുന്ന സമയത്ത് തന്നെ കുറെ ഡോളർ അവരുടെ വായിൽ തിരികെ വെക്കും. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ആണെങ്കിൽ, ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ആണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ LDF എല്ലാം തോറ്റു അല്ലെ, അവർ അത്ര ആ ഒരു ദ്രോഹം ചെയ്തു, അത്ര നാട് നശിപ്പിച്ചു, അത്ര കള്ളത്തരം കാണിക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ആ ഒരു ബുദ്ധി വന്നപ്പോ അവർ തോപ്പിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു മന്ത്രി മണിമന്ത്രി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നാണം ഉണ്ടോ, നിങ്ങൾ ഞങ്ങളെല്ലാം തന്ന പെൻഷൻ മേടിച്ച് നക്കിയിട്ട് മാറ്റി കുത്തിയല്ലേ. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിലെ പണം അല്ല, അത് നമ്മുടെ പണം തന്നെ, നമ്മുടെ ടാക്സ് വെച്ച് കിട്ടുന്ന പണം തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ബസ് എഴുതുമ്പോൾ ഇത്ര MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്തത്. ഇതെല്ലാം നമ്മുടെ തന്നെ ഫണ്ടുകളാണ്. പക്ഷെ ഇതൊന്നും വിഡ്ഢികൾ ചിന്തിക്കുന്നില്ല. അവർ ബ്രിട്ടീഷ് കാലം എങ്ങനെയാണോ ചെയ്തത് അത് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, എയർ ക്വാളിറ്റി ഇൻഡെക്സ് വേൾഡ് വൈഡ് ആയിട്ടൊരു ഇൻഡെക്സ് ഉണ്ട്. വേറെ ഒന്നും വേണ്ട, പ്രാണവായു വിഷമായി. അപ്പൊ തന്നെ നമ്മുടെ ഒരു സർക്കുലർ, കേന്ദ്രത്തിന്റെ സർക്കുലർ ഇറങ്ങി, ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾ ഇന്ത്യയുടെ ഒരു സർക്കുലർ വെക്കും. അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് 700, 1000, 1500 എല്ലാം ആകുമ്പോൾ അത് കുഴപ്പമില്ല, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ വെക്കാം. അതായത് വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഡ്ഢിത്തരങ്ങൾ ചോദിക്കാതിരിക്കുന്ന ഒരു യുവത്വം, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ക്യാൻസർ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അതോടൊപ്പം തന്നെ ജുഡീഷ്യറി, പറയുന്ന വിഡ്ഢിത്തരമായ കോടതികൾ, ഈ പണ്ടന്മാര്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഡൽഹി എല്ലാം പുകഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡൽഹി മാത്രമല്ല, ഇന്ത്യ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇന്ത്യ കംപ്ലീറ്റ് ഉള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാടുകളെല്ലാം വെട്ടിക്കളയാൻ അദാനിനെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ ഒരു ആൾക്കാർ പിന്നെയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി അതിന് സാങ്ഷൻ കൊടുത്തു. അപ്പോ ഈ ഒരു നാട് നശിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും അത് പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ദ്രോഹം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്റെ കയ്യിലുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ഇതെല്ലാം സോൾവ് ചെയ്യാനുള്ള പദ്ധതികളും എന്റെ കയ്യിലുള്ളതുകൊണ്ട് എനിക്കിതെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യാം. കാരണം ഇത് എന്റെ നാടാണ്, എന്റെ രാജ്യമാണ്. ഈ യങ്സ്റ്റേഴ്സിനെ പോലെ സ്വന്തം വീട് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് വേറെ നാട്ടിൽ പോയി അടിമപ്പണി ചെയ്യുന്ന കൺസെപ്റ്റ് എന്തായാലും ഞാൻ ചെയ്യില്ല, എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടും ഞാൻ ചെയ്യിപ്പിക്കില്ല. അതായത് ഈ സമസ്ത പ്രപഞ്ചത്തിൽ ഏറ്റവും മഹത്തായ ഒരു രാജ്യമാണ് ഇത്. കാരണം നമ്മുടെ പൂർവീകർ അങ്ങനത്തെ ആൾക്കാരാ, രാജാക്കന്മാരല്ല, ഈ പറയുന്ന കുരങ്ങിൽ നിന്ന് ഉണ്ടായവരല്ല. ഓക്കെ, കുരങ്ങായിട്ട് ജീവിക്കാനുള്ളവരല്ല, നമ്മളെല്ലാം സിംഹമായിട്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് സമസ്ത പ്രപഞ്ചം ഞാൻ കൊടൂരമായ വനവുമാക്കും. അതിൽ നമ്മൾ ജീവിക്കുന്ന ആൾക്കാർ എല്ലാവരും സിംഹവും പുലിയും കടുവയൊക്കെ ആയിരിക്കും, അല്ലാതെ കുരങ്ങും വേലിയും പുഴുവൊന്നും ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റം എല്ലാം ഞാൻ മാറ്റും. ഓക്കെ, കാരണം എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഭാവി, എന്റെ പ്രകൃതി, ഇതെല്ലാം എന്റെ ഉത്തരവാദിത്തമാണ്. അതെല്ലാം ഞാൻ പരിശുദ്ധമാക്കും. അതിനെതിരെ നിൽക്കുന്ന ഈ പറയുന്ന അപ്പൂമാരെ എല്ലുപൊടികള് കൂടുതൽ 2 വർഷം 3 വർഷം ഉള്ളൂ, അതൊക്കെ അല്ല. അപ്പൊ ഈ അപ്പൂമാരെ കിളവന്മാരെല്ലാം നമുക്ക് നൈസാരായിട്ട് ഇല്ലാക്കാം. പിന്നെ ഈ ഡോളറിന്റെ ആ ഒരു വിഷമോ ഉടനെ തന്നെ ഇല്ലാതാവും. ഒക്കെ എല്ലാം സർപ്രൈസാ, വെയിറ്റ് ചെയ്യും.